കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ചതിക്കഥകൾ പുത്തരിയല്ല. തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്ന് വളരെ വേദനയോടുകൂടി ലീഡർ കെ കരുണാകരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഉദ്ദേശിച്ചായിരുന്നു അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിൽ വലിയൊരു ചതിക്കഥ പുറത്തായിരിക്കുന്നു. കേരളം UDF പിടിച്ചു, 102 സീറ്റ് നേടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയായി KC വേണുഗോപാലിനെ കൊണ്ടുവരാനായിരുന്നു ഹൈക്കമാൻഡിന് താല്പര്യം. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ് KC വേണുഗോപാൽ. MLA-മാരിൽ ഭൂരിഭാഗവും KCക്ക് ഒപ്പമായിരുന്നു. എല്ലാവരും MLA-മാരിൽ ബഹുഭൂരിപക്ഷവും KCക്ക് ഒപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ KC കച്ചകെട്ടി. ഇരിക്കൂറിൽ നിന്ന് മത്സരിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. KCയുടെ വിശ്വസ്തനായ സജീവ് ജോസഫാണ് ഇരിക്കൂറിലെ MLA. അദ്ദേഹം KCക്ക് വേണ്ടി ഇരിക്കൂർ സീറ്റ് ഒഴിയാൻ തയ്യാറായി. എല്ലാം ശുഭകരമായി എന്ന് KC വിശ്വസിച്ച നിമിഷം ഇവിടെയാണ് KCയുടെ കൂടെ നിന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാലിന് പാര പണിഞ്ഞത്. അത് ഒന്നൊന്നര പാരയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രഹസ്യമായി സണ്ണി ജോസഫിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഇരിക്കൂറിൽ KC നിന്നാൽ എന്ത് സംഭവിക്കും എന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെക്ക് അറിയേണ്ടത്. അപ്പോൾ സണ്ണി ജോസഫ് കൊടുത്ത മറുപടി, ഇരിക്കൂരിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാണ്. മുഖ്യമന്ത്രിയായി KC വന്നാൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും. ഇരിക്കൂറിൽ ജയിക്കുക പ്രയാസം. മുഖ്യമന്ത്രി തോറ്റാൽ അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇവിടെയാണ് KCക്ക് മുമ്പിൽ മുഖ്യമന്ത്രി പദത്തിൻ്റെ വാതിൽ കൊട്ടി അടയ്ക്കപ്പെട്ടത്. മല്ലികാർജുൻ ഖാർഗെ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അറിയിച്ചു. ഇരിക്കൂറിൽ KCയെ പരാജയപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന സണ്ണി ജോസഫിൻ്റെ വാക്കുകൾ KCക്ക് പാരയായി മാറി. അങ്ങനെയാണ് ഭൂരിപക്ഷം MLA-മാരുടെ അഭിപ്രായം മാനിക്കാതെ കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ച് BD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഈ ചതിയുടെ കഥ KC അറിഞ്ഞു. അതിന് KC സണ്ണി ജോസഫിന് മറുപടിയും കൊടുത്തു. KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് കൊടുക്കാനായിരുന്നു സതീശൻ്റെ തീരുമാനം. റവന്യൂ വകുപ്പ് വലിയ വകുപ്പാണ്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫിന് അർഹതപ്പെട്ട വകുപ്പാണ്. എന്നാൽ KC വേണുഗോപാൽ അത് വെട്ടിമാറ്റി. സണ്ണി ജോസഫിനെ വൈദ്യുതിയുടെ മന്ത്രിയാക്കി തരം താഴ്ത്തി. തൻ്റെ വിശ്വസ്തനായ അനിൽകുമാറിന് റവന്യൂ വകുപ്പ് കൊടുത്തുകൊണ്ട് KC വേണുഗോപാൽ സണ്ണി ജോസഫിനോടുള്ള പക തീർത്തു. സണ്ണി ജോസഫിന് ഇനി വൈദ്യുതി മന്ത്രിയായി ഇരിക്കേണ്ടി വരും. പണിക്ക് മറുപണി കൊടുത്ത് KC നിൽക്കുകയാണ്. KCക്ക് വലിയ ഓഫറാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെക്ക് പ്രായമായി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ അണിയിച്ച് ഒരുക്കേണ്ടതുണ്ട്. അതിന് ഫണ്ടിങ് അനിവാര്യമാണ്. ഫണ്ട് ശേഖരിക്കുന്നതിൽ മിടുക്കനാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ AICC അധ്യക്ഷനാക്കാൻ KC വേണുഗോപാലിനെ നിർദ്ദേശിക്കും രാഹുൽ ഗാന്ധി. വലിയ പദവി KCയെ തേടി വരും എന്നുള്ളത് ഉറപ്പ്. സണ്ണി ജോസഫ് കൂടെ നിന്ന് ചതിക്കുമെന്ന് KC ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സതീശനും രമേശ് ചെന്നിത്തലയും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു.
കെ സി വേണുഗോപാലിനോടാണല്ലോ ഗാന്ധി കുടുംബത്തിന് താല്പര്യം. പക്ഷേ സണ്ണി ജോസഫ് കൂടെ നിന്ന് കെ സിയെ ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. അതിന് കെ സി കൊടുത്ത മറുപടിയാണ് റവന്യൂ വകുപ്പിൽ നിന്നും സണ്ണി ജോസഫിനെ അവസാന നിമിഷം മാറ്റി വെറും വൈദ്യുതി മന്ത്രിയാക്കി മാറ്റിയത്. സണ്ണി ജോസഫിൻ്റെ കള്ളക്കളികൾ കെ സി തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ തൻ്റെ സ്വാധീനം അദ്ദേഹം ഉപയോഗിച്ചു. എന്തായാലും സണ്ണി ജോസഫിന് ഇനി അങ്ങോട്ട് വലിയൊരു ഉയർച്ചയുടെ നാളുകൾ ഉണ്ടാകില്ല. കെ സി തീരുമാനിക്കുന്ന വ്യക്തി തന്നെ കോൺഗ്രസ് അധ്യക്ഷനായിട്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും വരും. കേരളത്തിൽ കെ സി പിടിമുറുക്കും. സൂപ്പർ മുഖ്യമന്ത്രിയായി കെ സി വാഴും.